നമസ്കാരം. ഇന്നത്തെ നമ്മുടെ അതിഥി മലപ്പുറം ജില്ലയിലെ രാകേഷ് തപസ്യാണ്. അദ്ദേഹം NDAയുടെ പ്രവർത്തകനാണ്. നമുക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിശേഷവും അതുപോലെ തന്നെ കേന്ദ്രത്തിൽ BJP വീണ്ടും അധികാരത്തിൽ വരുമോ എന്നൊക്കെയുള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ഓക്കെ, കേരളത്തിൽ എങ്ങനെയാണ് ഈ പ്രാവശ്യം BJP അക്കൗണ്ട് തുറക്കും? അങ്ങനെ ഒരു അനുകൂല സാഹചര്യം ആണോ ഇന്ന് നിലവിലുള്ളത്? ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം ഞങ്ങൾക്ക് 2 സീറ്റെങ്കിലും കിട്ടും എന്നുള്ളതാണ് BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് തിരുവനന്തപുരം, തൃശ്ശൂർ സീറ്റുകൾ ഞങ്ങൾ പിടിച്ചിരിക്കും എന്ന് തന്നെയാണ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളും അതിൻ്റെ ഏകോപനങ്ങളൊക്കെ നോക്കിയിട്ടും അടുത്ത വോട്ടിംഗ് ശതമാനം നോക്കിയിട്ടും പാർട്ടിയുടെ ഒരു തീരുമാനം അതായിരിക്കാം. ഈ തിരുവനന്തപുരവും തൃശ്ശൂരും 2 മണ്ഡലമാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇപ്പം സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുന്ന വയനാടാണ്. വയനാട് പ്രതീക്ഷയില്ല, എന്നാലും നല്ലൊരു മൂവ്മെന്റ് പല സ്ഥലങ്ങളിലും കുറെ മൂവ്മെന്റ്, അത് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച സ്ഥലത്ത് വയനാട് അങ്ങനെ കുറെ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഒരു മുന്നോട്ട് ഒരു കുറെ വോട്ടുകൾ കൂടാൻ സാധ്യതയുണ്ട്, വോട്ട് ശതമാനം കൂടാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ മറ്റൊരു കാര്യം, നമ്മളിപ്പം പ്രധാന മത്സരം നടക്കുന്നത് LDF UDF ആണ് എനിക്ക് തോന്നുന്നു. അതെ, ഇപ്പം തൃശ്ശൂർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ത്രികോണ മത്സരം, അല്ലെങ്കിൽ തിരുവനന്തപുരത്തും അതേ ഒരു ത്രികോണ മത്സരം നടക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ആ മത്സരത്തിൽ BJP നല്ല പ്രതീക്ഷയിലാണ്. അങ്ങനെ വരുമ്പോൾ 2 സീറ്റ് എന്തായാലും BJP ലഭിക്കുമെന്നാണ് താങ്കൾ പറയുന്നത്. ബാക്കി വരുന്ന 18 മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? 18 മണ്ഡലങ്ങളിൽ ഞങ്ങൾ നോക്കിക്കാണുന്നത് UDFന് ഭൂരിപക്ഷം കിട്ടുന്നുള്ളതാണ് ഞങ്ങളൊരു കാഴ്ചപ്പാട്. LDFന് ഏറിയാലൊരു 3-4 സീറ്റ് കിട്ടാനേ സാധ്യതയുള്ളൂ എന്നാണ് പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ. അപ്പം കോൺഗ്രസ് പിന്നെ കുറച്ചും കൂടി നല്ല മെച്ചപ്പെടുത്തുന്ന പറയുമ്പോൾ BJPയുടെ വോട്ട് ചോർച്ചയ്ക്ക് അങ്ങനെ ഒരു ഇതുണ്ടോ? അതൊന്നുമില്ല. BJPയുടെ വോട്ട് പൂർണ്ണമായിട്ടും BJP പിടിച്ചിരിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തിന് കൂടുതൽ മെച്ചപ്പെടുത്തും. ഓക്കെ, അങ്ങനെ ഞങ്ങളെ പ്രവർത്തനങ്ങളും പോയത് അങ്ങനെയാണ്. BJP മൊത്തം ഇന്ത്യയിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന്റെ 1 വർഷം മുന്നെങ്കിലും ഞങ്ങള് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പല രീതിയിലും അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ഏറ്റവും വാശിയേറിയ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചത് വടകര മണ്ഡലത്തിലാണ്. പിന്നെ കോഴിക്കോടും കണ്ണൂരും ഒക്കെ നമുക്ക് പറയാം. പക്ഷെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലം വടകരയാണ്. വടകര ശൈലജ ടീച്ചർ മത്സരിക്കുന്നു എന്നതാണ്. അതോടൊപ്പം തന്നെ അവിടെ ചെറുപ്പക്കാരനായ ഷാഫി പറമ്പിലും മത്സര രംഗത്തുണ്ട്. NDAയുടെ പ്രഫുൽ കൃഷ്ണയും ഉണ്ട്. 3 മികച്ച സ്ഥാനാർത്ഥികൾ തന്നെയാണെന്നുള്ള നമുക്കറിയാം. അപ്പോൾ അവിടെ LDFനാണോ കൂടുതൽ വിജയ സാധ്യത കാണുന്നത്, അല്ലെങ്കിൽ UDFനാണോ? താങ്കൾ എങ്ങനെയാണ്? പാർട്ടിയുടെ ഒരു കാഴ്ചപ്പാടില് അവിടെ UDF വിജയിക്കുന്നതാണ് പാർട്ടി വിലയിരുത്തുന്നത്. ഇപ്പോൾ CPMന്റെ നേതാക്കളൊക്കെ പറയുന്നത് BJPയുടെ വോട്ട് ചോർന്നിട്ടുണ്ട് എന്നാണ് അവിടെ. അത് UDFന് അനുകൂലമായിട്ടാണ് എന്നാണ്. അങ്ങനെ ചോരില്ല. എല്ലാ സ്ഥലങ്ങളും അതിന്റെ വോട്ടിന് ശതമാനം ഇപ്രാവശ്യം വർദ്ധിപ്പിക്കാനും ചെയ്യും. കോഴിക്കോട് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? രാഘവട്ടനും കരീംകയും ഒരു നല്ലൊരു ഏറ്റുമുട്ടലാണ് അവിടെ നടക്കുന്നത്. എങ്ങനെയാണ് അവിടെ കോഴിക്കോടത്തെ വിലയിരുത്തൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടാണെങ്കിൽ അവിടെ കരീംകയും അവരും പിന്നെ നല്ലൊരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ BJPയുടെ NDA സഖ്യവും നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എങ്കിലും അവിടെ പാർട്ടിയുടെ ഒരു വിലയിരുത്തല് UDFനാണ് സാധ്യത. നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ണൂര്, കാസർഗോഡ് ഈ 2 മണ്ഡലത്തിൽ എങ്ങനെയാണ് കാണുന്നത്? അവിടെ UDFനാണോ സാധ്യത? അല്ല, കണ്ണൂരും കാസർഗോഡും നല്ല രീതിയിലുള്ള ഒരു ത്രികോണ മത്സരം എന്ന് വേണമെങ്കിൽ പറയാം. BJPയുടെ അവിടുത്തെ ഒരു സ്ഥാനാർത്ഥി അവിടുത്തെ ജില്ലാ കൗൺസിലറൊക്കെയാണ്. അവിടെ ജയിച്ചു പോയ അവരെ പ്രവർത്തനം നല്ല പ്രവർത്തനമാണ്. എങ്കിലും അവിടെ ഞങ്ങൾ കണക്കാക്കുന്നത് LDFന് ചെറിയൊരു ഭൂരിപക്ഷം സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ. ഓക്കെ, നമുക്ക് തൃശ്ശൂരിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ തൃശ്ശൂര് മത്സരിക്കുന്നത് K മുരളീധരൻ കോൺഗ്രസിന്റെ, BJPയുടെ സുരേഷ് ഗോപി, മറ്റൊന്ന് CPIയുടെ LDFന്റെ സ്ഥാനാർത്ഥി K സുനിൽകുമാർ. അപ്പം നല്ലൊരു മത്സരമാണ് അവിടെ നടക്കുന്നത്. അവിടെ BJPക്ക് സാധ്യത ഉണ്ട് എന്നാണ് BJPയുടെ നേതൃത്വം പറയുന്നെങ്കിലും താങ്കളും സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അവിടെ ഈ K മുരളീധരന് ഒരു നല്ലൊരു സാധ്യത അവർ പറയുന്നുണ്ട്. നല്ല ഭൂരിപക്ഷത്തിന് K മുരളീധരൻ വിജയിക്കുമെന്ന്.
പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ മുരളീധരൻ ഒരു മുൻകൂർ ജാമ്യം എടുത്ത മാതിരി പല UDF നേതാക്കന്മാരും മുരളിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ള പ്രസ്താവന മുരളീനെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അതൊരു പരാജയത്തിന്റെ ഒരു സൂചനയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ വിജയിക്കും തന്നെയാണ്, പാർട്ടിയെ സംബന്ധിച്ച് 100% സുരേഷ് ഗോപി വിജയിക്കും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് കേരളത്തിലെ ഈ ഏറ്റവും കൂടുതൽ സീറ്റ് നേടുന്ന മുന്നണി ഏതായിരിക്കും? UDF ആണ്. ഓക്കെ, എത്ര സീറ്റ് കിട്ടുമെന്നാണ് താങ്കളുടെ ഒരു വരെ? UDFിനൊരു 14 സീറ്റൊക്കെ പിടിക്കുന്നുള്ളതാണ്. 13-14 സീറ്റൊക്കെ പിടിക്കുന്നുള്ളതാണ്. 13 സീറ്റ് UDFിനെ വയ്ക്കുമെന്നാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. കേന്ദ്രത്തിൽ വീണ്ടും BJP അധികാരത്തിൽ വരും എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കഴിഞ്ഞ പ്രാവശ്യത്തിന് കൂടുതൽ സീറ്റുകളോടുകൂടി മൂന്നാമതൊരു NDA ഭരണം കേന്ദ്രത്തിൽ വരും. സംശയമില്ല, ഉറപ്പാണ്. ഓക്കെ. ഒരു 400 സീറ്റൊക്കെ കിട്ടാൻ സാധ്യത? 400+ ആണ് ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞിട്ടുള്ളത്. ഏതായാലും അതൊക്കെ തന്നെ കിട്ടും എന്ന് തന്നെയാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അപ്പൊ നമ്മോട് ഇത്ര നേരം സംബന്ധിച്ചത് രാകേഷ് തപസ്യാണ്. അദ്ദേഹം മലപ്പുറം ജില്ലയിലാണ്. അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ കേരളത്തിൽ 2 സീറ്റ് ഉറപ്പായും BJPക്ക് ലഭിക്കുമെന്നാണ്. അതോടൊപ്പം തന്നെ UDF മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെക്കും, കൂടുതൽ സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കേന്ദ്രത്തിൽ BJP വീണ്ടും അധികാരത്തിൽ വരും, കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. ആയിക്കോട്ടെ, എന്തായാലും വിലയിരുത്തലൊക്കെ തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ ജൂൺ 4 ശേഷം നമുക്ക് അത്